بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ബഹുമാനിരെ വിശാലമായ കൈസറിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് നടന്നതായ ഒരു മഹാസംഭവം ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുക്കുന്ന ആ വലിയ ഹദീസാണ് നാം ഓതുന്നത്. വളരെ പ്രധാനപ്പെട്ട, വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അന്ന് വേദവുമായി അറിവുള്ളവർക്കെല്ലാം നബി തങ്ങളെ വ്യക്തമായി അറിയാമായിരുന്നു. അമ്പിയാക്കളുടെ സിഫാത്തുകളും അവരുടെ ലക്ഷണങ്ങളും അവർക്കും അറിയാമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വളരെ വിശാലമായ നല്ലൊരു ഹദീസാണ്. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹിറക്കൽ എന്ന കൈസർ രാജാവ് ചോദിച്ചറിഞ്ഞതിൻ്റെ മറുപടിയായി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് ഓതാനുള്ളത്. വസഅൽതുക ബിമാ യഅ്മുറുകും فذكرت أنه يأمركم أن تعبدوا الله ولا تشركوا به شيئا وينهاكم عن عبادة الأوثان ويأمركم بالصلاة والصدق والعفاف فإن كان ما تقول حقا فسيملك موضع قدمي هاتين وقد كنت أعلم أنه خارج لم أكن أظن أنه منكم فلو أني أعلم أني أخلص إليه لتجشمت لقاءه ولو كنت عنده لغسلت عن قدمي. ഞാൻ നിന്നോട് ചോദിച്ചു ഹിറക്കല് അബൂ സുഫിയാനോട് പറയാണ്, എന്താ ചോദിച്ചത്? ബിമയമുറുക്കും, എന്തുകൊണ്ടാണ് ഈ നബിയാണെന്ന് പറയുന്ന ഈ റജുല് നിങ്ങളോട് കൽപ്പിക്കുന്നത്? ഫദക്കർത്ത, അപ്പോൾ നീ പറഞ്ഞു, അന്നഹു യഅ്മുറുക്കും, അവർ നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനിക്ക് മാത്രം ഇബാദത്ത് എടുക്കണം, വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നതാണ് നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം. വയൻഹാക്കും, ആ റജുൽ നിങ്ങളോട് വിരോധിക്കുന്നു, അൻ ഇബാദത്തിൽ ഔസാൻ, ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്യൽ തൊട്ട് വിരോധിക്കുന്നു. വയമുറുക്കും, അവർ നിങ്ങളോട് കൽപ്പിക്കുന്നു, ബിസ്വലാത്തി, നിസ്കരിക്കൽ കൊണ്ട്, വസ്സിദ്ഖി, സത്യം പറയൽ കൊണ്ടും, വൽ അഫാഫി, ചീത്ത കാര്യങ്ങളെ തൊട്ടെല്ലാം മാറി നിൽക്കൽ കൊണ്ടും കൽപ്പിക്കുന്നു. ചീത്ത എന്ന് പറഞ്ഞാൽ രണ്ട് സൈസ് ചീത്തയുണ്ട്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചീത്തയാണെന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങൾ, വേറൊന്ന് ബുദ്ധിയുള്ള അന്തമുള്ളവർ എല്ലാവരും ചീത്തയായി കാണുന്ന കാര്യങ്ങൾ. ഉദാഹരണം, വ്യഭിചാരം, കക്കല്, കൊല്ലല്, കൊള്ളയടിക്കല്, കള്ളുകുടി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലോകത്ത് ബുദ്ധിയുള്ളവർ മുഴുവനും തെറ്റാണെന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള തെറ്റാകുന്ന കാര്യങ്ങളെ തൊട്ടെല്ലാം മാറി നിൽക്കണം എന്നതുകൊണ്ടും കൽപ്പിക്കുന്നു.
എന്നിട്ട് ഹിറക്കിൽ പറയാൻ ഫഇൻ കാന മാ തഖൂലു ഹഖ്ഖാ, നീ പറയുന്ന ഒന്ന് സത്യമാണെങ്കിൽ ഫസയംലികു, ആ മനുഷ്യൻ, നിങ്ങളെ കൂട്ടത്തിലുള്ള ആ റജുൽ, നബിയാണെന്ന് വാദിക്കുന്ന മനുഷ്യൻ, അയാള് ഉടമപ്പെടുത്തും മൗദിഅ ഖദമയ്യ ഹാതൈൻ, എൻ്റെ ഈ രണ്ട് കാലും ചവിട്ടി നിൽക്കുന്ന ഈ സ്ഥലത്തെ. അവർ നിൽക്കുന്ന ഈ ഏരിയയിലാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. ഇവിടെ അവർ മിൽക്കാക്കും. വഖദ് കുന്തു, തീർച്ചയായും ഞാനായിരുന്നു, അഅലമു, ഉറപ്പിക്കുന്നവനായിരുന്നു, അന്നഹു ഖാരിജുൻ, ആ നബിയാണെന്ന് പറയുന്ന ഈ സിഫത്തുകളെല്ലാം ഉള്ള മഹാൻ പുറപ്പെടും എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ലം അകുൻ അദുന്നു അന്നഹു മിൻകും, പക്ഷേ ഞാൻ വിചാരിക്കുന്നവനല്ലായിരുന്നു ആ മനുഷ്യൻ നിങ്ങളിൽപ്പെട്ടവരായിരിക്കും എന്നുള്ള ധാരണ എനിക്കുണ്ടായിട്ടില്ല. ഫലോ അന്നീ, തീർച്ചയായും ഞാൻ അഅലമു, അറിയുന്നവനാണെങ്കിൽ, അന്നീ അഖ്ലുസു ഇലൈഹി, ഞാൻ അവരിലേക്ക് എത്തിപ്പെടും എന്നുള്ള വിഷയം ഞാൻ അറിയുകയാണെങ്കിൽ, ലതജശംതു ലിഖാഅഹു, അവരെ കാണലിലേക്ക്, അവരെ കണ്ടുമുട്ടലിലേക്ക് എന്ത് വിഷമവും സഹിക്കണമെങ്കിലും ഞാനത് സഹിക്കുമായിരുന്നു. ലതജശംതു നേരത്തെ തകല്ലഫ്തുൽ ഉസൂല ഇലൈഹി, അവരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം ഞാൻ സഹിക്കുമായിരുന്നു, അവരിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് കഴിയുമെങ്കിൽ. വലോ കുന്തു, ഞാനാണെങ്കിൽ, ഇൻദഹു, അദ്ദേഹത്തിൻ്റെ അടുക്കലാണെങ്കിൽ, ലഗസൽതു, ഞാൻ കഴുകും, അൻ ഖദമൈഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് ചെരിപ്പടിക്കാലിനെ തൊട്ടും ഞാൻ കഴുകി, ഞാൻ വൃത്തിയാക്കി കൊടുക്കും, കാല് കഴുകി കൊടുക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടയിൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ എത്തിപ്പെടുകയാണെങ്കിൽ ഞാനൊരു രാജാവാവല്ല ഞാൻ ആഗ്രഹിക്കൂല, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിക്കൽ ഞാൻ ആഗ്രഹിക്കൂല, അദ്ദേഹത്തിൻ്റെ കാൽ സേവ ചെയ്യുന്ന, കാല് കഴുകി കൊടുക്കുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു അടിമയാവലിന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. ഈ പറയുന്നത് മനസ്സിലാവും എന്താണ് അയാൾ ഈ പറഞ്ഞത് എന്ന്. ഹിറക്കിൽ ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് എന്ന് മനസ്സിലാകും. കാരണം അദ്ദേഹത്തിനിക്ക് അവിടെ വച്ച് മുസ്ലിമായി പോവാൻ അദ്ദേഹം വിചാരിക്കുന്നത് പ്രകാരം മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടെ വെച്ച് കൊല്ലപ്പെടുമെന്നുള്ള ഭയത്തിലായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം ഇസ്ലാമായില്ല, അറിയാത്തത് കൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനിക്ക് ഹിദായത്ത് നൽകില്ല എന്നുള്ളതാണ് സംഭവം. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മ ദഅ ബികിതാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നെ ഹിറക്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കിതാബിനെ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അല്ലദീ, എങ്ങനെയുള്ള കിതാബാണ്, ബഅസ റസൂലുള്ളാഹി അയച്ചിരിക്കുന്നു, ബിഹി, ആ കിതാബ് കത്തുമായി, ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിനെ, ഇലാ അളീമി ബുസ്റ, ബുസ്റയിലെ വലിയവനിലേക്ക്, ബുസ്റയിലെ വലിയവനിലേക്ക്. ബുസ്റ എന്ന് പറഞ്ഞാൽ ഡമസ്കസിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ബുസ്റ. ബസ്റയാണ് ഇറാഖിലുള്ളത്, ഇത് ബുസ്റയാണ്. ബുസ്റ എന്ന് പറഞ്ഞാൽ ഡമസ്കസിൽ നിന്ന് അല്പം ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ്. അവിടയിലേക്ക്, അവിടുത്തെ നേതാവിലേക്കാണ് കത്തയച്ചത്. അവിടുത്തെ അലീം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവർണർ. എന്താ കാരണം? ഹിറക്കിൽ എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അവരുടെ അടുക്കലേക്കൊന്നും സാധാരണഗതിയിൽ കൈസർ എന്ന് പറഞ്ഞ ഹിറക്കിലില്ലേ, അവരൊക്കെ വലിയ ആളാണ്. അവരുടെ അടുക്കലേക്കൊന്നും ദൂതന്മാരെ കയറ്റി വിടൂല.
പിന്നെ എന്തെങ്കിലും എഴുത്തുകളോ കാര്യങ്ങളോ അയക്കാൻ ആർക്കെങ്കിലും അയക്കണമെങ്കിൽ അവൻ്റെ താഴേക്കടയിലുള്ള രാജാക്കന്മാരിലേക്കോ ഭരണാധികാരികളിലേക്കോ ഗവർണർമാരിലേക്കോ അയക്കും. ആ ഗവർണറാണ് ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ബുസ്രയിലെ അലീം, അവിടുത്തെ വലിയ ആള്, അവിടുത്തെ ഭരണാധികാരി, ആ പ്രദേശത്തെ ഗവർണർ, അദ്ദേഹത്തിലേക്ക് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ച കത്ത്, അതാ അവരിലേക്ക് കൊടുത്തയച്ച കത്ത്. ആരെടുത്താ കൊടുത്തയച്ചത്? ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹു, മഹാനായ ദിഹ്യത്ത്. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളവർ. മഹാനവർകൾ നടന്നു പോകുമ്പോൾ മുഖം തുറന്നിട്ട് നടക്കലില്ല. ഏത് സ്ത്രീകളെയും അദ്ദേഹത്തെ കാണലോട് കൂടെ ഇക്കിളിപ്പെടുത്തും. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനിക്ക് അവരുടെ കാലത്ത് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ അതിലും വലിയ അനുഭവങ്ങൾ, എങ്കിൽ അതുപോലെയുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അൽ യവാഖീത്ത് വൽ ജവാഹിറിൽ ബഹുമാനപ്പെട്ട ഷഅറാനി ഇമാം പറയുന്നുണ്ട്, ദിഹ്യത്തുൽ കൽബിയെ റളിയല്ലാഹു അൻഹുവിനെ ഗർഭിണികൾ കണ്ടാൽ അവർ അറിയാതെ പ്രസവിച്ചു പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ഭംഗിയിൽ ആകൃഷ്ടരായും കൊണ്ട് അവർ അറിയാതെ പ്രസവം വരെ നടക്കലുണ്ട്. അത്രയും അഴകുള്ള ഭംഗിയുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. അവരടുക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്ത് കൊടുത്തയച്ചത്. വേറെയും കത്തുമായി കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ യാത്രയിൽ തന്നെ ഈ കത്തുമായി അയക്കുമ്പോൾ തന്നെ ദിഹ്യത്തിൻ്റെ കൂടെ വേറെയും ആളുകളുണ്ട്. അങ്ങനെ റളിയല്ലാഹു അൻഹു അവരടുക്കലേക്ക് കൊടുത്തയച്ച കത്ത്, ആ കത്തിനെ വിളിച്ചു, കത്ത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫദഫഅഹു, അങ്ങനെ ബുസ്രയിലെ നേതാവ് ആ കത്തിനെ കൊടുത്തു. ഇലാ ഹിറഖ്ല, ഹിറഖിലേക്ക് കൊടുത്തേൽപ്പിച്ചു. ഫഖറഅഹു, അങ്ങനെ ഹിറഖിൽ അതിനെ വായിച്ചു. ഹിറഖിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്ന് മനസ്സിലായി, നമുക്ക് തർജ്ജമക്കാരൻ്റെ ആവശ്യമുണ്ട്, അറബി അറിയില്ല അദ്ദേഹത്തിന്. അപ്പം തർജ്ജമക്കാരൻ മുഖേന ഹിറഖിൽ അത് വായിച്ചു. ഫൈദാ ഫീഹി, അപ്പോൾ ആ എഴുത്തിലുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി ഇലാ ഹിറഖ്ല അളീമിർ റൂം, സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ, അമ്മാ ബഅദ്, فإني أدعوك بدعاية الإسلام، أسلم تسلم يؤتك الله أجرك مرتين، فإن توليت فإن عليك إثم الأريسيين، يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. ഇതാണ് ആ എഴുത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദാസനും ദൂതരുമായ മുഹമ്മദ് എന്നവരിൽ നിന്ന്, ഇലാ ഹിറഖ്ല അളീമിർ റൂം, റൂമിലെ നേതാവായ ഹിറഖിലേക്ക് അയക്കുന്നത്. ഇതിൽ നിന്ന് മഹാന്മാർ പറയുന്നുണ്ട്, ഒരു കത്ത് ഒരാളിലേക്ക് എഴുതുമ്പം ആദ്യം ആരെഴുതുന്നു എന്ന ഫ്രമാണ് ആദ്യം എഴുതേണ്ടത്, പിന്നെയാണ് ആരിലേക്ക് എഴുതുന്നു എന്ന് പറയുന്നത്. ഊമ എന്ന് പറയുന്ന ഒരു സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു. ആരെഴുതുന്നു, ചില ആൾക്കാർക്കുണ്ട് ഒരു സ്വഭാവം, ഊമക്കത്ത് എഴുതുക. ആരാ എഴുതിയതുണ്ടാവില്ല, ആർക്കാ എഴുതിയതുണ്ടാവും. അത് അന്തല്ലാത്ത, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തന്തല്ലാത്ത എഴുത്ത്. അത് വായിക്കാൻ തന്നെ തുണിയരുത്. കാരണം എന്തുകൊണ്ട്?
ചില കാര്യങ്ങൾക്ക് ചില മഹലിൽ നിൽക്കുമ്പോൾ ചില ആളുകൾക്ക് മൂല്യരോട് അല്ലെങ്കിൽ ഖത്തീബിനോട് അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും വ്യക്തികളോട് വിമർശനം ഉണ്ടാവുമ്പോൾ കത്താണ്ട് എഴുതും. ആരാണ് എഴുതിയത് എന്നുണ്ടാവില്ല, എന്താണ് എഴുതിയത് എന്നുണ്ടാവും. അപ്പം എന്ത് ചെയ്യും, എന്നിട്ട് അത് ചില സമയത്ത് ഖത്തീബുമാർ മെമ്പർമേൽ നിന്നിട്ട് വെള്ളിയാഴ്ച എടുത്ത് ചൂടായി പറയും ചെയ്യും. അവർക്ക് എന്നാൽ ആ ഊമക്കത്തേണ്ട കാര്യം അവിടെ നടന്നോ, എന്താ ഇന്നേയും കാര്യങ്ങളോട് അറിയിക്കേണ്ടതുണ്ട് എന്നതോട് അറിയിക്കൽ നടന്നോ, ആരാ അറിയിച്ചതെന്ന് അറിയില്ല. അങ്ങനെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കൊത്ത് ഒരിക്കലും തുള്ളരുത്. വേണ്ട എന്താ, ആരാണ് എഴുതിയത്, ആദ്യം അഡ്രസ്സിൻ്റെ തുടക്കത്തിൽ ആരെഴുതുന്നു, പിന്നെയാണ് ആരിലേക്ക് എന്നുള്ളത് വേണ്ടത്. കണ്ടോ, അന്തുള്ള കത്ത് മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി ഇലാ ഹിറഖ്ല അളീമിർ റൂം സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ. സന്മാർഗം പിൻപറ്റിയവരുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സലാമുണ്ടായിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സലാമിനെ പറ്റി പറയുമ്പോൾ സലാമു എന്ന് പറഞ്ഞാൽ ആരെ സലാമാണ്, എന്ത് സലാമാണ് പിന്നീട് ചർച്ച വരുന്നത്, നമുക്ക് ചർച്ച ചെയ്യാം. വിശദമായ ചർച്ചകൾ അവിടെ അതിനെ പറ്റി ചർച്ച വരുന്നുണ്ട്. അമ്മാ ബഅദു ഫഇന്നി അദ്ഉക, പ്രാരംഭ മുറകൾക്ക് ശേഷം വല്ലതുമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. ബിദിആയത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ക്ഷണം കൊണ്ട്, അഭിവാദ്യം കൊണ്ട്, ക്ഷണം കൊണ്ട് നിന്നെ ഞാൻ ക്ഷണിക്കുന്നു. അസ്ലിം തസ്ലം, നീ മുസ്ലിമാവണം, എന്നാൽ നീ രക്ഷപ്പെടും. മാത്രവുമല്ല യൂതികല്ലാഹു അജ്റക മറത്തൈൻ, നിന്റെ കൂലി അള്ളാഹു നിനക്ക് 2 വട്ടം നൽകും. എന്താണ് 2 വട്ടം? മഹാന്മാർ വിശദീകരിക്കുന്നത്, ഒന്ന് എല്ലാവരും പോലെ മുസ്ലിമായതിൻ്റെ പേരിലുള്ളത്, മറ്റൊന്ന് അയാൾ മുസ്ലിമായാൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നാട് മുഴുവനും മുസ്ലിമാകും. അവർ ഓരോരുത്തരും മുസ്ലിമായതിൻ്റെ മറ്റുള്ളവർ മുസ്ലിമാവലിലേക്ക് കാരണക്കാരനായി നിൽക്കൊരു കൂലിയും നൽകും. ഇങ്ങനെ വിശദീകരിച്ചവരുണ്ട്. മറ്റൊരു വിഭാഗം ശാരീരങ്ങൾ വിശദീകരിച്ചത് 2 വട്ടം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പോൾ മുസ്ലിമായതിൻ്റെ പേരിൽ, മറ്റൊന്ന് ഇതുവരെ സത്യമതത്തിലാണല്ലോ, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മതത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അക്കാലത്ത് അത് വിശ്വസിച്ചതിൻ്റെ പേരിലും ഇപ്പോൾ ഇത് വിശ്വസിച്ചതിൻ്റെ പേരിലും 2 വട്ടമായിട്ടുള്ള കൂലി നൽകും. മുസ്ലിമായി എന്ന് ജീവിച്ചു, ആ നിലക്ക് അതിൻ്റെ പേരിലുള്ള കൂലികൾ നൽകും. പിന്നെ നസ്രാണിയായി ആ നിലക്ക് ജീവിച്ചു, അതിലേക്കുള്ള കൂലിയും നൽകും. ഫഇൻ തവല്ലൈത, നീ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഇന്ന അലൈക, തീർച്ചയായും നിന്റെ മേലുണ്ട്, ഇസ്മൽ അരീസിയീൻ, തോട്ടപ്പണിയെടുക്കുന്ന നിന്റെ താഴിലുള്ള ആളുകളുടെ എല്ലാ കുറ്റവും നിന്റെ മേലിലുണ്ടാകും. അരീസിയനെ തോട്ടപ്പണിക്കാർ എന്നാ. അതിൻ്റെ അർത്ഥം നിന്റെ താഴെയിലുള്ള നിന്റെ പ്രജകളായി നിൽക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർ നന്നാവാതിരിക്കലിനുള്ള കാരണം നീ ആയതുകൊണ്ട്, കാരണക്കാരനായതിൻ്റെ പേരിലുള്ള കുറ്റം എനിക്ക് കിട്ടും എന്നല്ലാതെ വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ കുറ്റത്തെ വേറൊരു നഫ്സ് ഏറ്റെടുക്കൂല എന്നില്ലേ നിഷ്കാരാക്കേണ്ട ആവശ്യമില്ല. ഇവനിക്ക് കൊടുക്കുന്നത് ഓൻ്റെ കുറ്റം തന്നെയാണ്, ഓൻ സബബായതിനുള്ള കുറ്റമാണ്. ഓ മുസ്ലിമാവാത്തൊരു കുറ്റമായതുപോലെ തന്നെ മറ്റുള്ളവരെ തടയലിനുള്ള കാരണക്കാരനായതും ഇവന് തന്നെയാണ്. അത് കാരണക്കാരനായതിൻ്റെ പേരിൽ അവരുടെ കുറ്റത്തിൻ്റെ ഒരു വിഹിതം നിനക്കുണ്ടാകും. കൊലനെപ്പറ്റി പറഞ്ഞില്ലേ, ലോകത്ത് ആരെങ്കിലും ഒരാളെ കൊന്നൊരാൾ എവിടെ കൊല നടന്നാലും അതിനേക്കുള്ള മാതൃക കാട്ടിയവൻ എന്നുള്ള നിലക്ക്, ഓ ബഹുമാനപ്പെട്ട ഹാബീലിനെ കൊന്ന കാബീലിലേക്ക് ആര് എവിടെ കൊല നടത്തിയാലും അതിൻ്റെ ഒരു വീതമുണ്ട് എന്ന് പറയുന്ന മാതിരി, യാ അഹ്ലൽ കിതാബ് تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. ആലു ഇമ്രാൻ 64-ാമത്തെ ഈ ആയത്തും കൂടി അതിൻ്റെ ആ കത്തിൻ്റെ അവസാനമായിട്ടുണ്ട്. ഖാല അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മാ ഖാല മാ ഖാൽ,
ഹിറക്കിൽ ഈ പറഞ്ഞ വാക്കുകളെല്ലാം പറഞ്ഞപ്പോൾ വഫറഗ മിൻ ഖിറാഅത്തിൽ കിതാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കിതാബിനെ, കത്തിനെ വായിക്കുന്നതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തപ്പോൾ, വായിച്ചു കഴിഞ്ഞപ്പോൾ കസുറ ഇൻദഹു, അവൻ്റെ അടുക്കൽ അധികരിച്ചു അസ്സഖബോ, ശബ്ദകോലാഹലങ്ങൾ, വർത്തഫഅത്തിൽ അസ്വാതു, ശബ്ദങ്ങൾ വളരെ ഉയർന്നു, വഉഖ്രിജ്ന, ആ രാജസദസ്സിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കപ്പെട്ടു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ലി അസ്ഹാബി, എൻ്റെ കൂടെയുള്ള ആളുകളോട്, 30ഓളം ആളുകൾ കൂടെ ഉണ്ടല്ലോ, അവരോട് ഞാൻ പറഞ്ഞു, ഹീന ഉഖ്രിജ്ന, രാജസദസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കപ്പെട്ടപ്പോൾ ലഖദ് ഉമിറ അംറു ബിൻ അബീ കബ്ശ, അബൂ കബ്ശയുടെ മകൻ്റെ കാര്യം, ലഖദ് അമീറ അംറു ഇബ്നി അബീ കബ്ശ, അമീറ മഅറൂഫായിട്ട് അലിഫിന് ഫതഹ് മീമിന് കസ്ർ, ലഖദ് അമീറ അംറു ബിൻ അബീ കബ്ശ, ഇബ്നു അബീ കബ്ശയുടെ, അതായത് അബൂ കബ്ശയുടെ മകൻ്റെ കാര്യം വളരെ ഉയർന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവർ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് തസ്ബീഹിൻ്റെ രൂപത്തിലായി പറയുന്നൊരു വാക്കാണ് ഇബ്നു അബീ കബ്ശ എന്ന പ്രയോഗം. കാരണം ഈ അബൂ കബ്ശ എന്നാൾ ഖുറൈശികളുടെ ഇടയിൽ അവരുടെ ബിംബങ്ങളിൽ ആരാധിക്കാതെ ബിംബങ്ങളോട് വെറുപ്പ് കാട്ടിയും കൊണ്ട് അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കി ജ്യോതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക നക്ഷത്രമുണ്ട്, ആ നക്ഷത്രത്തിന് ഖിബാത്ത് എടുത്തിരുന്നു. അപ്പം ഇവരെ തൊട്ട് മാറി നിന്ന് വേറൊരു ദൈവത്തിന് ഖിബാത്ത് എടുത്ത ഒരാൾ, അയാളാണ് അബൂ കബ്ശ. ആ അബൂ കബ്ശനെ പോലെയുള്ള ആളുടെ മകൻ എന്ന അർത്ഥത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ കബ്ശൻ്റെ മോൻ്റെ പോലെയുള്ള ഒരാൾ തസ്ബീഹാക്കിയിട്ടാണ് ആ പറയലിങ്ങനെ ഇബ്നു അബീ കബ്ശയുടെ മകൻ, അല്ല അബൂ കബ്ശയുടെ മകൻ എന്നും തങ്ങൾ പറയലുണ്ട്. ഇബ്നു അബീ കബ്ശ എന്ന് റസൂലുള്ളാഹിനെ പറ്റി പ്രയോഗിക്കും. എന്തുകൊണ്ട്? അതുവരെ ഖുറൈശികൾ ഉണ്ടായിരുന്ന ആ ഒരു ശൈലിയിൽ നിന്ന് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചപ്പോൾ അവർ പണ്ടത്തെ അബൂ കബ്ശിനോട് തസ്ബീഹാക്കി പറയുന്നതാണ്. ഇതാണ് ഈ ആ വിഷയത്തിൽ ഏറ്റവും തഹ്ഖീഖായി മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറെ പല അഭിപ്രായമുണ്ട്. ഈ അബൂ കബ്ശ എന്നത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിൻ്റെ വിളിപ്പേരാണെന്ന അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ബാത്തുള്ള വല്ലിപ്പാനെ സംബന്ധിച്ച് ഈ അബൂ കബ്ശ എന്ന് വിളിക്കലുണ്ടായിരുന്നു. എങ്കിൽ നബി തങ്ങൾ തന്നെ പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട് ഏതോ വല്ലിപ്പാൻ്റെ ഉമ്മാൻ്റെ ഭാഗത്തിൽ കൂടെയുള്ള ഈ വല്ലിപ്പാൻ്റെ ഭാഗത്തുള്ള പല ആളുകളും അബൂ കബ്ശ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം പല വ്യാഖ്യാനങ്ങളും അതിനിക്കുണ്ട്. അപ്പം എന്തായാലും മറ്റുള്ളവരിൽ നിന്ന് വേർതിരിഞ്ഞ് ജീവിക്കുന്ന ഒരാൾ എന്നർത്ഥത്തിലാണ് ഈ പറയുന്നത്. ഇബ്നു അബീ കബ്ശയുടെ കാര്യം വളരെ ഉയർന്നിരിക്കുന്നു. ഇന്നഹു, തീർച്ചയായും അവൻ, ഇബ്നു അബീ കബ്ശ, യഖാഫുഹു, അദ്ദേഹത്തെ ഭയപ്പെടുന്നു, മലിക്കു ബനിൽ അസ്ഫർ, ബനുൽ അസ്ഫറിൻ്റെ രാജാവ്, മഞ്ഞ മക്കൾ. കാരണം റോമുകാരെ സ്വഭാവം, അവരുടെ കളറ് തനി വെള്ളയുമല്ല തനി കറുപ്പുമല്ല, അതൊരു മഞ്ഞപ്പുള്ള ഒരു കളറാണ്. അതുകൊണ്ടാണ് ബനുൽ അസ്ഫർ എന്നതിനെ പറ്റി പറയുന്നത്. അസ്ഫർ ഏറ്റവും മഞ്ഞ ഉള്ളവൻ്റെ മക്കൾ. ബനുൽ അസ്ഫറിൻ്റെ മകൻ ബനുൽ അസ്ഫർ, അസ്ഫറിൻ്റെ മക്കൾ മഞ്ഞ കളറുള്ളവർ, അവരുടെ രാജാവ് പോലും ഇബ്നു അബീ കബ്ശയെ ഭയപ്പെടുന്നു. ഫമാസിൽത്തോ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനായിരുന്നു മൂക്കിനൻ, ഉറപ്പിക്കുന്നവനായിരുന്നു, അന്നഹു, തീർച്ചയായും കാര്യം, സയദ്ഹറു, അല്ലെങ്കിൽ അന്നഹു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സയദ്ഹറു, പിന്നീട് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും, വ്യക്തമായി പുറത്തേക്ക് വന്ന് വിജയിക്കുക തന്നെ ചെയ്യും. ഹത്താ അദ്ഖലല്ലാഹു അലയ്യൽ ഇസ്ലാം, അല്ലാഹു തആല എൻ്റെ മേലിൽ ഇസ്ലാമിനെ കടത്തുന്നത് വരേക്കും, ഇസ്ലാം എൻ്റെ മേൽ അല്ലാഹു തആല ഉള്ളിലേക്ക് ഇട്ടു തരുന്ന മക്കം ഫതഹിൻ്റെ അന്ന് രാത്രിയാണ്.
ഈ സംഭവം നടക്കുന്നത് മക്കം ഫത്ഹിന്റെ ഏകദേശം 2 കൊല്ലം മുമ്പാണ്. അപ്പം അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരുകയും ഉയരുകയും പ്രസിദ്ധിയാർജിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, വകാന ബനു നാത്തൂരി സാഹിബു ഈലിയാ വഹിർക്കല സുഖുഫൻ അലാ നസാറ ശാം യുഹദ്ദിസു أن هرقل حين قدم إيلياء أصبح يوما خبيث النفس. ഇബ്നു നാത്തൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഈ പറയുന്നത് വക്കാന എന്ന് പറയുന്നത് നമ്മുടെ ഹദീസിൻ്റെ സനദിൽ ഇമാം സുഹരി ഉണ്ട്. സുഹരി ഇമാമാണിത് പറയുന്നത്. സുഹരി ഇമാം അബൂ സുഫിയാനിലേക്ക് മുത്തസിലായ ആ സനദോട് കൂടെ അവർ പറഞ്ഞതിന് ശേഷം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയം അവസാനിച്ചപ്പോൾ പിന്നെ അതിന് ശക്തി പകരുന്ന ഹിർക്കലുമായി ഉണ്ടായിരുന്ന ആ വിഷയങ്ങൾക്ക് ശക്തി പറയുന്ന മറ്റൊരു ചരിത്രം പറയാണ്. വകാന ഇബ്നു നാത്തൂർ, ഇബ്നു നാത്തൂർ ആയിരുന്നു. ഈ ഇബ്നു നാത്തൂർ എന്ന് പറയുന്ന ആളെ ബഹുമാനപ്പെട്ട സുഹരി ഇമാം ഡമസ്കസിൽ പോയപ്പോൾ കണ്ടു എന്ന് റിവായത്തുകളിലുണ്ട്. ഫത്തുൽ കാണാതെ. അപ്പോൾ ഈ വകാന ഇബ്നു നാത്തൂർ എന്ന് പറയുന്നത് ഇമാം സുഹരിയാണ്. അപ്പോൾ സുഹരി പറയാണ് ഇബ്നു നാത്തൂർ എന്നവരായിരുന്നു. ആരാണ് ഇബ്നു നാത്തൂർ? സ്വാഹിബു ഈലിയാ വഹിർക്കല, ഈലിയാ എന്ന നാടിൻ്റെ ഭരണാധികാരിയും ഹിർക്കലിൻ്റെ കൂട്ടുകാരനും. സ്വാഹിബിന് രണ്ടർത്ഥം വെച്ചു, ഹക്കീക്കിയമാനും വെച്ചു, മജാസിയമാനും വെച്ചു. ഈലിയാ എന്ന നാടിൻ്റെ ഭരണാധികാരിയും ഹിർക്കലിൻ്റെ നേരെ കൂട്ടുകാരനുമായ ഇബ്നു നാത്തൂർ ആയിരുന്നു സുഖുഫൻ, പുരോഹിതനായിരുന്നു. അലാ നസ്വാറ ശാം, ഷാമിലെ നസ്രാണികളെ മേലുള്ള അച്ഛനായിരുന്നു. യുഹദ്ദിസു, അദ്ദേഹം ഹദീസ് പറയുന്നു. അന്ന ഹിറഖ്ല, ഹിറഖ്ല് ഹീന ഖദിമ ഈലിയാ, അയാൾ ഈലിയായിലേക്ക് മുന്നിട്ട് വന്നപ്പോൾ അസ്ബഹ, അദ്ദേഹമായി ഒരു ദിവസം ഖബീസൻ നഫ്സി, ശരീരം ബടക്കെട്ടോനായി, ആകെ ഒരു വിവർണമായൊരവസ്ഥ, ഉന്മേഷമില്ലാത്ത ഒരു ജാതിക്കോലത്തിലായി അദ്ദേഹം. ഫഖാല ബഅ്ളു ബത്താരികതിഹി, അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ചിലർ, പ്രധാനമന്ത്രിമാർ, ഉപദേഷ്ടാക്കൾ, സ്വയം അംഗരക്ഷകർ, അവരെ സംബന്ധിച്ചൊക്കെയാണ് ഏറ്റവും രാജാവിനെ തൊട്ട് ഏറ്റവും അടുത്ത ആളെ പറ്റിയാണ് ബത്താരിക്കത്ത് എന്നറിയാം. ആ ബത്താരിക്കത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഖദിസ്തങ്കർന ഹൈഅതക, നിങ്ങളുടെ രൂപം ഞങ്ങൾക്ക് തിരിച്ചറിയാതെയായിരിക്കുന്നു, എന്തോ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു. ഖാല ഇബ്നു നാത്തൂർ, ഇബ്നു നാത്തൂർ പറയാണ്. നാത്തൂർ എന്നൊക്കെ അറബികൾ ബിൽഡിങ്ങിൻ്റെ കാവൽക്കാരന് UAE അറബികളും പറഞ്ഞ നാത്തൂർ എന്ന്, അതന്നെയാണ് തോട്ടത്തിൻ്റെയോ ബിൽഡിങ്ങിൻ്റെയോ കാവൽക്കാരനാണ് നാത്തൂർ എന്നറിയാം. ആ നാത്തൂറിൻ്റെ മകനാണ്. ഏതോ നാത്തൂറ, ഏതോ ഒരു കാര്യപ്പെട്ട നാത്തൂറാണ്. ആ നാത്തൂറിൻ്റെ മകൻ വലിയ അച്ഛനാണ്, ക്രിസ്തീയ പുരോഹിതനാണ്. അവനാണ് അദ്ദേഹം പറയാണ്, അദ്ദേഹം മുസ്ലിമായതിൻ്റെ ശേഷമാണ് സുഹരി ഇമാം കണ്ടത് എന്ന് വെക്കണമെന്നെല്ലാം ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. റളിയല്ലാഹു അൻഹു പറയാൻ പറ്റിയ ആളാണ്. കാരണം സുഹരി ഇമാം ഹിജ്റ 50 ജനിച്ചു, 123 വഫാത്തായ ആളാണ്. അപ്പോൾ ഈ ഇറക്കൽ 200 ഈ സംഭവം നടക്കുന്നത് റസൂലുള്ളാഹിന്റെ ഹിജ്റന്റെ 6ാമത്തെ വർഷത്തിലാണല്ലോ സംഭവം നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അന്നുണ്ടായിരുന്ന ഒരാളെ സ്വഹാബികളെല്ലാം കണ്ടതുപോലെ ഇവരെ കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല പ്രായം കൊണ്ട് നോക്കുമ്പോൾ. അപ്പോൾ സുഹരി ഇമാം പറയാണ്, ഖാല ഇബ്നു നാത്തൂർ, ഇബ്നു നാത്തൂർ പറഞ്ഞു, വകാന ഹിറഖ്ലു, ഹിറഖ്ല് ആയിരുന്നു ഹസ്സാ, അയാള് ഈ ജ്യോത്സ്യ കണക്ക് നോക്കുന്നവനായിരുന്നു.
യൻളുറു ഫിന്നുജൂമി, കണക്ക് നോക്കലും മാത്രമല്ല നക്ഷത്രത്തിലുള്ള അറിവുണ്ടായതിൻ്റെ പേരിൽ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നോക്കിയിട്ട് അതും പറയുന്ന ആളായിരുന്നു. അപ്പോൾ നക്ഷത്രത്തിൽ നോക്കുന്ന ഹസ്സ ആണ് ഹിർക്കൽ. വെറും ഹസ്സാ മാത്രമല്ല, കണക്ക് മാത്രം അടിസ്ഥാനമാക്കുന്ന ആളല്ല. കണക്ക് നോക്കി പറയലോട് കൂടെ നുജൂമിൽ വലിയ കാഴ്ചപ്പാടുള്ളവരായിരുന്നു ഹിർക്കൽ. രണ്ടറിവുള്ള ആളാണ്. ഫഖാല ലഹും, അപ്പോൾ ഹിറക്കിൽ പറഞ്ഞു, ലഹും അദ്ദേഹത്തിൻ്റെ അനുയായികളോട്, ഹീന സഅലൂഹു അവനോട് അവർ ചോദിച്ചപ്പം എന്താ പറയുന്നത്? ഇന്നി റഅയ്തുൽ ലൈലത, ഇന്ന് രാത്രി ഞാൻ കണ്ടു, ഹീന നളർതു ഫിന്നുജൂമി, നക്ഷത്രങ്ങളിൽ നോക്കിയപ്പോൾ, മലിക്കൽ ഖിതാനി ഖദ് ളഹർ, ഖിതാനിൻ്റെ രാജാവ്, മാർക്കം ചെയ്യുന്നവർക്കുള്ള രാജാവ് പ്രത്യക്ഷപ്പെട്ടു പോയി എന്ന് ഞാൻ കണ്ടു. എന്നിട്ട് അയാൾ ചോദിക്കുക, ഫമൻ യഖ്തതിനു മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ മാർക്കം ചെയ്യുന്നവർ, ഈ കാലത്ത് മാർക്കം ചെയ്യുന്നവർ ആരാണുള്ളത്? ഖാലൂ, അവർ പറഞ്ഞു, ലൈസ യഖ്തതിനു ഇല്ലൽ യഹൂദ്, മാർക്കം ചെയ്യുന്നവർ ജൂതരല്ലാതെ വേറെ ആരുമില്ല. ഫലാ യുഹിമ്മന്നക ശഅ്നുഹും, ജൂതന്മാരെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ ഇടങ്ങേറാകേണ്ട ആവശ്യമൊന്നുമില്ല, അത് വലിയൊരു പ്രശ്നമായി എടുക്കേണ്ട ആവശ്യമില്ല. വക്തുബ് ഇലാ മദാഇന മുൽക്കിക, നിങ്ങളുടെ ഭരണപ്രദേശത്തിലെ ടൗണിൽ നാടുകളിലേക്കെല്ലാം നിങ്ങൾ എഴുതി വിടുക. ഫയഖ്തുലൂ, അവർ കൊന്നോളും. നിങ്ങളുടെ ഭരണപ്രദേശത്തുള്ള ഭരണാധികാരികൾ, ഗവർണർമാർ, ഉദ്യോഗസ്ഥന്മാർ അവർ കൊല്ലും. മൻ ഫീഹി മിനൽ യഹൂദ്, അവരുടെ കൂട്ടത്തിലുള്ള ജൂതന്മാരാരുണ്ടോ ഓലിക്ക കൊന്നോളും. അങ്ങനെ കൊന്നൊടുക്കാൻ മാത്രമേ ജൂതന്മാരുള്ളൂ. അതിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ബേജാറാണ്ട, ജൂതന്മാർ നിങ്ങളെ ഭരിക്കാൻ മാത്രം വലുതാകൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2-3 പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പ്രയോഗത്തിലുണ്ട്. ഒന്ന്, ഫത്ഹുൽ ബാരി ചോദിക്കുന്ന ഒരു ചോദ്യം മറുപടിയും, എന്താണ് ഇമാം ബുഖാരി ഈ ഹദീസ്, ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണ്? ജ്യോതിശാസ്ത്രവും അതുപോലെ തന്നെ കണക്കുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നുബുവത്തിനോട് യോജിച്ചു വന്നു എന്നുള്ള വിഷയം വരുമ്പം അത് ജ്യോത്സ്യത്തെയും കണക്കുകളെയും പ്രോത്സാഹിപ്പിക്കലല്ലേ? കൈഫ സാഗലിൽ ബുഖാരി ഇറാദു ഹാദൽ ഖബറിൽ മുശ്ഇരി ബിതഖ്വിയത്തി അംരിൽ മുനജ്ജിമീൻ വൽ ഇഅ്തിമാദി അലാ മാ തദുല്ലു അലൈഹി ഹക്കാമുഹും. ദാ ചോദ്യം, അതിന് മറുപടി എന്താ? അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, വരുന്നുണ്ട് എന്നുള്ള വിഷയത്തെപ്പറ്റി എല്ലാ സൂചനകളും എല്ലാ ഭാഗത്തിൽ നിന്നും ഉണ്ടായിരുന്നു എന്നേ ആ പറയുന്നിടത്തുള്ളൂ. അടയാളങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ പെട്ടതായിരുന്നു. കാരണം അന്നത്തെ ശാസ്ത്രമായിരുന്നു ശനി, വ്യാഴം എന്നീ 2 നക്ഷത്രങ്ങൾ വൃശ്ചിക രാശിയിൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ പ്രത്യേക ഒരു സംഭവം ഉണ്ടാകും. അന്ന് ജ്യോത്സ്യന്മാരെ മുഴുവൻ പറഞ്ഞു വെച്ചിരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ആ വർഷം 20 വർഷത്തിൽ ഒരിക്കലും ഉണ്ടാവുള്ളൂ. ആ 20 വർഷത്തിൽപ്പെട്ട നബി തങ്ങളുടെ ജന്മം നടക്കുന്നത് സുഹലും മുസ്തരിയും ശനിയും വ്യാഴവും അക്രബിൽ, അതായത് വൃശ്ചിക രാശിയിൽ ഒരുമിച്ച് കൂടി ദിവസമാണ് റസൂലുള്ളാഹി കൊല്ലത്തിലാണ് റസൂലുള്ളാഹിയുടെ ജന്മം നടക്കുന്നത്. അതുപോലെ തന്നെ പിൽക്കാലത്ത് അത് കഴിഞ്ഞു ഒരു രാശി ഒരുമിച്ച് കൂടൽ കഴിഞ്ഞ് പിറ്റത്തെ 2ാമത്തെ രാശി ഒരുമിച്ച് കൂടുന്നതിൻ്റെ അവസാന ഭാഗം 3ാമത്തെ തുടങ്ങുമ്പം, അതായത് 40 കൊല്ലം കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്നു. പിന്നെ ഒരു 4ാമത്തതിൻ്റെ തുടക്കത്തിൽ 3ാമത്തതിൻ്റെ അവസാനത്തെ അറബി തങ്ങൾക്ക് 60 വർഷം കഴിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാര്യമായ ഫത്ഹുകൾ, ഖൈബർ അതുപോലെ മക്കം ഫത്ത്, ഇങ്ങനെയുള്ള ഫത്ഹുകൾ പലതും സംഭവിക്കുന്നത് ആ വർഷത്തിലുമാണ്. അപ്പം അങ്ങനെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൂചനകളാണ്. കണക്കിൽ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ്.
എന്നല്ലാതെ അങ്ങനെ ഒത്തുവരൂല എന്നൊരു കണക്കൊന്നുമില്ല, വിശ്വസിക്കാൻ യോഗ്യമല്ല. പക്ഷെ അന്ന് അങ്ങനെ ഒത്തുവന്നിരുന്നു. അതും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫബൈനമാഹും അലാ അംരിഹിം, അങ്ങനെ ഈ ഹിറക്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കണക്കുകളിലും അതുപോലെ നക്ഷത്രത്തിനെ സംബന്ധിച്ചുള്ള അറിവിലുമെല്ലാം നബി തങ്ങൾ പുറപ്പെടാനുള്ള സമയമായി, മലിക്കുൽ ഖിത്താൻ പുറപ്പെടേണ്ട സമയമായി എന്നുള്ളത് അറിഞ്ഞു. ആ ചർച്ചയിലായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഹുത്തിയ ഹിറക്കലിലേക്ക് കൊണ്ടുവരപ്പെട്ടു ബിറജുലിൻ, ഒരു റജുലിനെ. ഞങ്ങൾ റജുലാണ് അർസല ബിഹി, ആ റജുലിനെ കൊണ്ട് അയച്ചിരിക്കുന്നു മലിക്കു വസ്സാന, വസ്സാനിലെ രാജാവ്. ഈ വസ്സാൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ബുസ്രയ്ക്കാണ്. ആ ബുസ്രയിലെ അദീമിലേക്കാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്ത് കൊടുത്തയച്ച ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിൻ്റെയും അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു രണ്ടാളെടുത്താണ് കൊടുത്തയച്ചിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടാളുണ്ടായിരുന്നു എന്ന്. ആ അദീ ഇബ്നു ഹാത്തിമിൻ്റെ അടുക്കലിനെയും കൊണ്ട് രാജാ മലിക് വസ്സാൻ ഇർക്കലിൻ്റെ അടുക്കലേക്ക് കൊടുത്തയക്കുകയാണ്. ആ കൊടുത്ത ദിഹ്യത്തുൽ കൽബിനെ വിട്ടിട്ടില്ല. അങ്ങനെ ഈ അദീ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് നബി തങ്ങൾ കത്ത് കൊടുത്തയച്ച കൊടുത്തപ്പെട്ടാരാണ്. അവരെയും കൂട്ടിയാണ് വസ്സാൻ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിർക്കലിൻ്റെ അടുക്കലിലേക്ക് നബി തങ്ങളെ കത്ത് കൊടുത്തയക്കുന്നത്. യുഖ്ബിറു, എന്നിട്ട് മലിക് വസ്സാൻ പറയുന്നു അൻ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വാർത്തയെ തൊട്ട്. ഫലമ്മസ്തഖ്ബറഹു ഹിറക്കില് ആ വന്ന ആളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചന്വേഷിച്ചറിഞ്ഞപ്പോൾ കാല, ഹിറക്കില് പ്രഖ്യാപിച്ചു, ഇദ്ഹബൂ, ഒപ്പമുള്ള പട്ടാളക്കാർ പറയാ, നിങ്ങൾ പോവുക, ഇയാളെയും കൊണ്ടുപോയി. ഫൻദുറു, നിങ്ങൾ ആലോചിക്കി നോക്കി, അമുഖ്തത്തിനുൻ ഹുവ അംലാ, മാർക്കം ചെയ്തവനാണോ അല്ലേ ഈ കത്തുമായി വന്ന ആള്. അങ്ങനെ അവർ കൊണ്ടുപോയി അവര് വിവസ്ത്രനാക്കി ആകെ എല്ലാ വസ്ത്രവും ഊരി, എന്നിട്ട് അവർ ശരിക്ക് പരിശോധിച്ച് മാർക്കം ചെയ്ത ആളാണ് ഈ വന്നിട്ടുള്ളത് എന്ന് സ്ഥിരീകരിച്ചു. അത് ചരിത്രത്തിൽ കാണാം. ഫനളറു ഇലൈഹി, അങ്ങനെ ആ റജുലിലേക്ക് നബി തങ്ങളെ അയച്ച ആളിലേക്ക് അവർ നോക്കി. ഫഹദ്ദസൂഹു, അങ്ങനെ അവർ ഹിറക്കിലിനോട് ഹദീസ് വിവരം പറഞ്ഞു. അന്നഹു മുഖ്തത്തിനുൻ, ഈ വന്ന ആള് മാർക്കം ചെയ്തവൻ തന്നെയാണ്. വസഅലഹു, അങ്ങനെ ഹിറക്കില് അദ്ദേഹത്തോട് ചോദിച്ചു, നബി തങ്ങളെ കത്തുമായി വന്ന അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അനിൽ അറബി, അറബികളെ പറ്റി പൊതുവായിട്ട് ചോദിച്ചു. ഫഖാല ഹും യഖ്തതിനൂൻ, അറബികൾ മാർക്കം ചെയ്യുന്നവരാണോ? കാല ഹിറക്കില് പറഞ്ഞു, ഹാദാ മലികു ഹാദിഹിൽ ഉമ്മ ഖദ് ലഹറ, ഇത് ഈ ഉമ്മത്തിലെ രാജാവാണ്, അത് പ്രത്യക്ഷപ്പെട്ടതാണ്. ഇനി ലോകത്തിൻ്റെ രാജാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവർ പ്രത്യക്ഷപ്പെട്ടു പോയി. കണ്ടോ, റസൂലുള്ളാഹിനെ സംബന്ധിച്ച് മലിക്ക് എന്ന് പറയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിൻ്റെ മുമ്പ് തന്നെ മക്ക, മദീന, ഹിജാസ്, റിയാദ് പോലെയുള്ള ബഹ്റൈൻ പോലെയുള്ള ധാരാളം സ്ഥലങ്ങൾ കീഴടക്കിയവരാണ്. അവിടുത്തെ രാജാവും ഭരണാധികാരി നബി തങ്ങൾ തന്നെയാണ്. പക്ഷേ രാജാവ് എന്ന് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പ്രയോഗിക്കലില്ല. പക്ഷേ ഇറക്കിൽ പ്രയോഗിക്കുന്നുണ്ട് നബി തങ്ങളെ പറ്റി. ഹാദാ മലികു ആദിഹിൽ ഉമ്മ ഖദ് ലഹറ. സുമ്മ കതബ ഹിറക്കിലോ, പിന്നെ ഹിറക്കിൽ എഴുതി, ഇലാ സ്വാഹിബിൻ ലഹു ബി റൂമിയ, റൂമിയയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനിലേക്ക്. വകാന, ആ റൂമിയയിലുള്ള കൂട്ടുകാരനായിരുന്നു നളീറഹു, ഹിറക്കിലിൻ്റെ അതേ തുല്യനായിരുന്നു. ഫിൽ ഇൽമി, അറിവില്, ജ്യോത്സ്യവും അറിയാ, കണക്കും അറിയാ, എല്ലാം അറിയുന്ന ഒരാൾ. വസാറ ഹിറക്കിലു, അങ്ങനെ ഹിറക്കില് സഞ്ചരിച്ചു. ഇലാ ഹിംസ, ഹിംസിലേക്ക് സഞ്ചരിച്ചു. ഫലം യരിം ഹിംസ, ഹിറക്കില് ഹിംസിനെ വിട്ടുകടന്നില്ല. ഹത്താ അത്താഹു കിതാബും മിൻ സ്വാഹിബിഹി, അദ്ദേഹത്തിൻ്റെ റൂമിയയിലുള്ള സ്വാഹിബിൻ്റെ വക്കലിൽ നിന്ന് ഒരു എഴുത്ത് വരുന്നത് വരേക്കും. യുവാഫിഖു റഅയ ഹിറക്കില, ഹിറക്കിലെ അഭിപ്രായത്തിനോട് യോജിച്ചും കൊണ്ട്.
അലാ ഖുറൂജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടതിൻ്റെ മേലിൽ, പുറപ്പെട്ടു എന്നുള്ള അഭിപ്രായത്തിൻ്റെ മേലിൽ. വഅന്നഹു നബിയ്യുൻ, ആ പുറപ്പെട്ട ആള് ഒറിജിനൽ നബിയാണെന്നും യോജിച്ചും കൊണ്ട് റൂമിയയിൽ നിന്നുള്ള കൂട്ടുകാരൻ്റെ എഴുത്ത് കിട്ടി. ഇങ്ങനെ വന്നപ്പം ഹിറക്കിൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറപ്പാട് ഉറപ്പായപ്പോൾ ഫഅദിന ഹിറക്കിൽ സമ്മതം കൊടുത്തു ലിഉലമാഇ റൂമിലെ നേതാക്കൾക്ക് ഫീ ദസ്കറത്തിൻ ലഹു ബിഹിംസ, ഹിംസയിലുള്ള ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് സമ്മതം കൊടുത്തു. ഈ ദസ്കറത്തിൻ ലഹു ബിഹിംസ, ഹിംസിലുള്ള ഹിറക്കിലിൻ്റെ ഒരു ദസ്കറത്തിലേക്ക്. ദസ്കറത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗവും റൂമുകളുള്ള കോട്ട, ഉള്ളിൽ കോട്ട, അതിൻ്റെ ചുറ്റുഭാഗവും റൂം, അങ്ങനെയുള്ളൊരു കോട്ടയിലേക്ക്. സുമ്മ അമറ, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തി, എന്നിട്ട് ഹിറക്കിൽ കൽപ്പിച്ചു ബി അബ്വാബിഹ, അതിൻ്റെ വാതിലുകളെ അടക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഫഉല്ലിഖത്, അതിനടക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ കോട്ടൻ്റെ ഉള്ളിലുള്ള റൂമിൽ, കോട്ടൻ്റെ ഉള്ളിലുള്ള റൂമിൽ ഹിറക്കിൽ, ചുറ്റുഭാഗവും റൂം, ആ റൂമുകളിലാണ് ആളുള്ളത്. അതിൻ്റെ പുറത്തും ചുറ്റുഭാഗവും മതിലുണ്ട്. അപ്പം പുറത്തുള്ളവരാരും ഇത് അറിയില്ല, നേതാക്കന്മാരും മാത്രം. നേതാക്കന്മാരും രാജാവും തമ്മിൽ ഇടപഴകിയിട്ടല്ല, അവരുടെ ഇടയിലല്ലുള്ളത്. രാജാവ് ഉള്ളിൽ, അതിൻ്റെ രാജാവിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർ കോടതിയിലെല്ലാം പ്രതികളെ നിർത്തുന്നമാതിരി, കൂട്ടി നിർത്തുന്നമാതിരി രാജാവ് കൂട്ടിലും, ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ പുറത്തുള്ള റൂമിൽ ചുറ്റുവട്ടും മറ്റു മതിലുകളുമുണ്ട്. അങ്ങനെയുള്ള ആ കോട്ടൻ്റെ ഉള്ളിൽ രാജാവ് ഒരു റൂമിൽ കയറി നിന്നു, ബാക്കിയുള്ളവർ മറ്റു റൂമിലാക്കി, പിന്നെ ഗേറ്റ് അടച്ചു. സുമ്മത്തല, പിന്നെ രാജാവ് എത്തി നോക്കി. രാജാവ് നിൽക്കുന്ന റൂമിൽ നിന്ന് ചുറ്റുഭാഗത്തുമുള്ള നേതാക്കന്മാരിലേക്ക് പാളി നോക്കി, എത്തി നോക്കി. ഫഖാല, എന്നിട്ട് രാജാവ് പറഞ്ഞു, യാ മഅ്ശറ റൂം, ഏ റൂം സമൂഹമേ, ഹല്ലക്കും ഫിൽ ഫലാഹി വൽ റുഷ്ദി, റുഷ്ദ് ഫലാഹിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വഅൻ യസ്ബുത മുൽക്കുക്കും, നിങ്ങളുടെ അധികാരം സ്ഥിരപ്പെടലും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഫതുബായിഉ ഹാദൻ നബിയ, ഈ നബിയോട് നിങ്ങൾ താബിയായിക്കോളി, താല്പര്യമുണ്ടെങ്കിൽ. നിങ്ങൾക്ക് റുഷ്ദ് വേണം, വിജയം വേണം, നിങ്ങളുടെ അധികാരം നിങ്ങൾക്ക് നിലനിൽക്കണം. വേണമെങ്കിൽ ഈ നബിയോട് ബയ്യത്ത് ചെയ്തോളി, മുസ്ലിമായിക്കോളി എന്നാണ് പറഞ്ഞപ്പം ഇതെല്ലാം പ്രതീക്ഷ തന്നെയാണ്. ഫഹാസു ഹൈസത ഹുമുരിൽ വഹ്ശി, കാട്ട് കൈതകൾ എണങ്ങാതെ ഓടുന്നത് പോലെ അവരെല്ലാവരും കൂടിയും എണങ്ങാതെ ഓടി വെറുപ്പ് പ്രകടിപ്പിച്ചു. അവരെല്ലാവരും കൂക്കും പുളിയും കൂട്ടി. എവിടേക്കാണ് ഓടിയത്? ഇലൽ അബ്വാബ്, വാതിലുകളിലേക്ക് എല്ലാവരും കൂടി ഒരൊറ്റ ഓട്ടാണ്, കൈതന കൂട്ടുന്ന കൂട്ടമാതിരി. ഫവജദൂഹ, ആ ഗേറ്റുകളെ അവരെത്തിച്ചു. കത് ഒല്ലിക്കത്ത്, അതിനെ മുഴുവനും അടക്കപ്പെട്ടതായിട്ട് എത്തിച്ചു. അവർക്ക് പുറത്തേക്ക് ഓടിപ്പോകാൻ കഴിയുന്നില്ല. ഇസ്ലാമിനോടുള്ള വെറുപ്പ് കാരണമായിട്ട് അവർ ഓടുകയാണിത് പറഞ്ഞ മുസ്ലിമായിക്കൂടെ ഒരൊറ്റ ഓട്ട. ഫലമ്മാ റആ ഹിറക്കിൽ കണ്ടപ്പോൾ നഫ്രതഹും, അവർക്കുള്ള വെറുപ്പിനെ കണ്ടപ്പം, വഅയിസ, ഹിറക്കിൽ ആശമുറിയുകയും ചെയ്തപ്പോൾ, മിനൽ ഈമാൻ, ഈമാനിനെ തൊട്ട് ആശമുറിയുകയും ചെയ്തപ്പോൾ, ഖാല, ഹിറക്കിൽ പറഞ്ഞു, റുദ്ദൂഹും അലയ്യ, പട്ടാളക്കാരോട് പറയാ, ആ നേതാക്കന്മാര്, ആ ഗവർണർമാര്, ഭരണത്തിലുള്ള എല്ലാ കാരണന്മാരെയും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരീന്ന് പറഞ്ഞു. വഖാല, എല്ലാവരും വിളിച്ചെത്തിയിട്ട് ഹിറക്കിൽ പറഞ്ഞു, ഇന്നി ഖുൽതു മഖാലത്തി ആനിഫൻ, ഇപ്പം ഞാൻ ആ പറഞ്ഞ വർത്താനമില്ലേ, ആ വർത്താനം ഞാൻ പറഞ്ഞത്, അഖ്തബിറു ബിഹാ സിദ്ദതക്കും അലാ ദീനിക്കും, നിങ്ങളുടെ ദീനിൻ്റെ മേലിൽ നിങ്ങൾക്കുള്ള സിദ്ദത്ത്, അതിലുള്ള കാഠിന്യം, അതിനോടുള്ള നിങ്ങൾക്കുള്ള ദൃഢവിശ്വാസം എത്രയുണ്ട് എന്ന് ഞാൻ പരിശോധിച്ചതാണ്. ഫഖദ് റഅയ്തു, നിങ്ങളുടെ ദീനിലുള്ള സിദ്ദത്ത്, ആ പിടിവാശി ഞാനത് ബോധ്യപ്പെട്ടിരിക്കുന്നു എനിക്ക്.
ഫസജദു എന്ന് പറഞ്ഞപ്പം ഫസജദു അവരെല്ലാവരും സുജൂദ് ചെയ്തു ലഹു ഹിർക്കലിക്ക് അവരെല്ലാവരും പൊരുത്തപ്പെടുകയും ചെയ്തു അൻഹു ഇറക്കലിനെ തൊട്ട്. ഫകാന ദാലിക അതായിരുന്നു ആഖിറ ശൈനി ഹിറക്കില. ഹിറക്കിലെ ഇതുമായി ബന്ധപ്പെട്ട ഷൈനിൻ്റെ അവസാനത്തെ കാര്യം ഇതായിരുന്നു. പിന്നീട് നബിനെ പറ്റിയുള്ള ചർച്ച ഒന്നും അയാൾ ചെയ്തിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരായും കൊണ്ട് അദ്ദേഹം പടയൊരുക്കുകയാണ് ചെയ്തത്. മൂത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിർത്തിട്ട് നബി സഹാബത്തിനെ എതിർത്തിട്ടുണ്ട്. യുദ്ധം ചെയ്ത ആളാണ്. ഒരു 2-3 ലക്ഷത്തോളം സൈനികരുമായി വന്ന് 1 ലക്ഷത്തിന് ഈ 3000-ഓളം സഹാബത്തിനോട് എതിരിടാൻ വേണ്ടി 1 ലക്ഷം സൈനികരെ അണിനിരത്തി മുസ്ലിമീങ്ങളോടുമായി പട പൊരുതാൻ വേണ്ടി പലപ്പോഴും എതിരുന്ന ദുഷ്ടനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തെ പറ്റി ഇന്നഹു കദ്ദാബ്, പെരുങ്കള്ളനാണ്, ഓം കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ നബിതങ്ങളുമായിട്ടുള്ള ആ നല്ല അഭിപ്രായം പറയുന്ന അവസാനത്തെ പറച്ചിൽ അന്നത്തോടുകൂടെ തീർന്നു. ഈ ബാബോട് അവസാനിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ ഒരു പ്രത്യേകത സ്വഭാവമാണ് ഈ അധിക ബാബുകളിലും ബുഖാരിൻ്റെ അതിൻ്റെ ബാബിൻ്റെ ആദ്യത്തെ ഹദീസ് ഒരു വിഷയത്തിൻ്റെ ഇബ്തിദാഇനെ സൂചിപ്പിച്ചും കൊണ്ടും അവസാനത്തെ ഹദീസ് ഇത് ഈ ബാബോട് അവസാനിക്കുകയാണ് എന്ന് തോന്നുന്ന നിലക്കുള്ള ഒരു പ്രയോഗം പ്രയോഗിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചാണ് ഇമാം ബുഖാരി ബാബുടലെ. തുടക്കത്തിൽ ഇത് തുടക്കമാണെന്ന് വരുത്തി തീർക്കും, അവസാനത്തിൽ ഇത് തീരാണ്. കണ്ട ഈ ഹദീസ് അവസാനം കണ്ട എന്താ ഫകാന ദാലിക ആഖിറ ശൈനി ഹിറക്കല, ഇറക്കലിൻ്റെ ഷെയ്ൻ്റെ അവസാനത്തായി ഈ ബാബിൻ്റെ അവസാനത്തെ ആഖിറു തന്നെയായി. അങ്ങനെ ഒരു പ്രയോഗം അവിടെ ഉണ്ടാവും. ഏത് ബാബ് എടുത്ത് നോക്കിയാലും ഉണ്ടാവും. ഏതെങ്കിലും ഒന്നോ രണ്ടോ ബാബു ഇല്ലെങ്കിലും അധിക ബാബുവിൻ്റെയും ബാബു എന്നോട് ഉദ്ദേശിക്കുന്ന ഓരോ കിതാബുകളാണ്. ഇനി ഇവിടെ പോയിട്ട് കിതാബുൽ ഈമാൻ ഇങ്ങനെയാണ് പോവുക. അതിൻ്റെ അവസാനത്തിലൊക്കെ അങ്ങനെ ഉണ്ടാകും. പിന്നെ ഇവിടെ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ഹദീസിനിക്ക് ബദുൽ വഹിയുമായി എന്തൊരു ബന്ധമാണുള്ളത്? ബാബു കൈഫ കാന ബദുൽ വഹി ലാ റസൂലില്ലാ എന്നല്ലേ ഇതിൽ ഈ പറഞ്ഞ ഹദീസ് എന്തിന് പറഞ്ഞു? ഈ ഹദീസും നബി തങ്ങളുടെ വഹീൻ്റെ തുടക്കമായിട്ട് എന്ത് ബന്ധമുള്ളത്? അങ്ങനെ ചോദിക്കണോലും ബന്ധമില്ല എന്ന് പറഞ്ഞവരും ബുഖാരി ഇമാമിനെ പറ്റി വ്യക്തമായി മനസ്സിലാക്കാത്തവരാണ്. ബാബന്ത ബുഖാരി ഇമാമിന് തുടക്കത്തിലുള്ള എന്താ ബാബന്ത ബാ കൈഫ കാന ബദുൽ വഹി ഇലാ റസൂലില്ലാഹി, റസൂലുള്ളാഹിലേക്കുള്ള വഹിയാണ്. അപ്പോൾ നബി തങ്ങൾ വഹി ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റസൂൽ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നബി തങ്ങൾ റസൂലാണ്. അതെനിക്ക് വ്യക്തമായി റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരാൾ റസൂലാവണമെങ്കിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടായിരിക്കണം, ആരേ റസൂലാവുള്ളൂ എന്നുള്ളത് നമുക്ക് മുസ്ലിമീങ്ങൾക്ക് അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇമാമിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങൾ അല്ലാത്തവർ പോലും റസൂലിൻ്റെ യോഗ്യത വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലാവണമെങ്കിൽ അതാണ് ഇറക്കലിൻ്റെ ഓരോരോ ചോദ്യങ്ങളും. അതിന് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതുപോലുള്ള വാദങ്ങൾ ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് കൽപ്പിക്കുന്നത്? നബി തങ്ങളെപ്പറ്റി എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കുണ്ടോ? വല്ലപ്പോഴും കളവ് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ കളവ് പറയാൻ പാടില്ല. ഉയർന്ന കൊടും കൈഫ നസബുക്കും, എങ്ങനെയാണ് നിങ്ങളുടെ അവരുടെ തറവാട്? അപ്പോൾ ഏറ്റവും വലിയ തറവാട്ടിൽ ഏറ്റവും വലിയ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വിശ്വസ്തനായി മറ്റൊരു ദുരാഗ്രഹവുമില്ലാതെ ലോകത്ത് എല്ലാവരും നല്ലതെന്ന് പറയുന്നത് മാത്രം കൽപ്പിക്കുന്ന ആ നിലയ്ക്ക് ശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമകളെ അമ്പിയാക്കൾ റസൂലുകൾ ആവുള്ളൂ. ആ എല്ലാ സിഫാത്തുകളും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്കുണ്ട്. അപ്പോൾ വഹി പറയുമ്പം ആരാണ് വഹി ഇറക്കുന്നത്? ആര് മൂഹ ഇലൈഹി മൂഹി ആരാണ് വഹിയുമായി വരുന്നത്? ആ വഹി ആരിലേക്ക് ലഭിക്കുന്നു? അവർക്കുള്ള സ്വഭാവം എന്താണ്? ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വെറും ആ കൈഫിയത്ത് മാത്രം പറഞ്ഞാൽ പോരാ. ഒരു വഹിയിൻ്റെ കൈഫിയത്ത്, റസൂലുള്ളാഹിലേക്കുള്ള വഹിയിൻ്റെ കൈഫിയത്ത് പറയുമ്പോൾ വഹിയെ പറ്റി പറയണം.
റസൂലുള്ളാഹിനെ പറ്റി പറയണം, ആ വഹി ആര് കൊണ്ടുവരുന്നു എന്നുള്ളത് പറയണം, എവിടുന്നാണ് അത് കൊണ്ടുവരുന്നത് എന്നുള്ളതും പറയണം. അങ്ങനെ എല്ലാം വിശദീകരിച്ച ജാമ്യായ ഒരു ബാബാണിത്. ഈ ബാബിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി കടന്നു. അത് തിരിയാതെ കൈഫമ്മ പിടിച്ചിട്ട് കൈഫിയത്തോടെ വിശദീകരിച്ചിട്ട് കൈഫിയത്തുണ്ട്. അതോടുകൂടെ അതുമായി ബന്ധപ്പെട്ട 100% യോജിപ്പുള്ള വിഷയം ഇമാം ബുഖാരിയോട് പറഞ്ഞിട്ടുള്ളൂ. ഒരൊറ്റൊന്നും യോജിപ്പില്ലാത്ത ഒരു ഹദീസും ഇല്ല.